നമസ്തേ. ഇന്ന് ശബ്ദാലങ്കാരത്തിലെ അലങ്കാരമായ യമകത്തെ കുറിച്ചിട്ടാണ്. യമകം നാമ യുഗളം ഇത്യർത്ഥഃ. യമകം എന്ന് പറഞ്ഞാൽ യുഗളം എന്നാണ് അർത്ഥം. യുഗളം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ഓക്കെ, ഇനി ഈ അലങ്കാരത്തിൻ്റെ ലക്ഷണമൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലക്ഷണം നോക്കുന്ന സമയത്ത് ഓരോ കവികളും വ്യത്യസ്ത രീതിയിലാണ് അവരുടെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ലക്ഷണത്തെയാണ് ഇവിടെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ലക്ഷണം: സത്യാർത്ഥേ പൃഥഗർത്ഥായാഃ സ്വരവ്യഞ്ജനസംഹതേഃ ക്രമേണ തേനൈവാവൃത്തിർയമകം വിനിഗദ്യതേ. സത്യാർത്ഥേ എന്ന് പറഞ്ഞാൽ സാർത്ഥകത്തോടു കൂടി, അർത്ഥത്തോടു കൂടിയും, പൃഥഗർത്ഥായാഃ വ്യത്യസ്താർത്ഥത്തിലും, കൂടാതെ നിരർത്ഥകത്തിലും, സ്വരവ്യഞ്ജന സംഹതേഹി സ്വരങ്ങളുടെയും വ്യഞ്ജനങ്ങളുടെയും ആവൃത്തി എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ ആവൃത്തി 2 തവണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് യമകത്തിൽ ആയിരിക്കും. ഓക്കെ. ഭാവാർത്ഥഃ: യസ്മിൻ കാവ്യേ അല്ലെങ്കിൽ ശ്ലോകേ ഭിന്ന ഭിന്ന അർത്ഥപ്രതിപാദക ശബ്ദാനാം ഏകവാരം ആവൃത്തി ഭവതി തത്ര യമകാലങ്കാരഃ ഭവതി. ഏത് കാവ്യത്തിലാണോ അല്ലെങ്കിൽ ഏത് ശ്ലോകത്തിലാണോ വ്യത്യസ്ത അഭിപ്രായത്തോടു കൂടി, അർത്ഥത്തോടു കൂടി സ്വരവ്യഞ്ജന ശബ്ദങ്ങൾ കാണപ്പെടുന്നത് അത് യമകത്തിൽ ആയിരിക്കും. വ്യത്യസ്ത അർത്ഥങ്ങൾ ഒരേ പദത്തിന് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് കറക്റ്റായിട്ടുള്ള മീനിങ്സ് ആയിരിക്കും, മറ്റൊന്ന് ചിലപ്പോൾ നിരർത്ഥകമായിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. നവപലാശപലാശവനം പുരഃ സ്ഫുടപരാഗപരാഗതഭങ്കജം മൃദുലതാന്തലതാന്തമലോകയത് സ സുരഭിം സുമനോഹരൈഹി. ഇതാണ് യമകത്തിൻ്റെ ഒരു ശ്ലോകം. ഇവിടെ നോക്കൂ, ഞാൻ റെഡിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം യമകത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഇവിടെ നോക്കാം എന്താണ് യമകത്തിൻ്റെ നിയമം. ഒന്ന്, പദങ്ങൾ കറക്റ്റായിട്ടുള്ള അർത്ഥത്തോടു കൂടി, സാർത്ഥകത്തോടു കൂടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്ത അർത്ഥത്തിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിരർത്ഥകത്തിൽ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. പലാശ. ഇവിടെ ഒരു പലാശത്തിന് പലാശപുഷ്പമെന്നും രണ്ടാമത്തെ പലാശത്തിന് വനം എന്നും അർത്ഥമാണ്. അപ്പോൾ ഇവിടെ പലാശ എന്നത് സാർത്ഥകത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി പരാഗ. ഇവിടെ ആദ്യത്തെ പരാഗം പുഷ്പപരാഗം എന്നൊരർത്ഥത്തിലും, രണ്ടാമത്തെ പരാഗം അവിടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നിരർത്ഥകമാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ലതാന്ത. ഇവിടെ ആദ്യത്തെ ലതാന്ത എന്ന ശബ്ദം നിരർത്ഥകമാണ്. രണ്ടാമത്തെ ലതാന്തം ലതായാഹ അന്തഃ, ലതയുടെ അവസാനത്തിൽ എന്നാണ് അവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ സുരഭിം. ഒരു സുരഭി, ആദ്യത്തെ സുരഭി എന്ന് പറയുന്നത് സുഗന്ധത്തെയാണ് പറയുന്നത്. രണ്ടാമത്തെ സുരഭിയാണെങ്കിൽ വസന്തകാലത്തെയാണ് അവിടെ പറയുന്നത്.
ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു ശ്ലോകത്തിൽ ഒരേപോലെയുള്ള രണ്ട് പദങ്ങൾ സാർത്ഥകത്തോടെയോ അല്ലെങ്കിൽ നിരർത്ഥകത്തോടെയോ ഭിന്നാർത്ഥകത്തോടെയോ വരികയാണെങ്കിൽ അത് യമകത്തിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിരർത്ഥകം എന്നത് ഈ യമകത്തിൻ്റെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഊഹിച്ചെടുക്കണം. ഓക്കെ, ധന്യവാദ.